ഈ കാണുന്നത് 700 രൂപ റേഞ്ചിൽ കിട്ടുന്ന തെർമൽ പ്രിൻ്ററാണ്. ഇതിലുപയോഗിക്കുന്ന തെർമൽ പേപ്പർ റോളുകളായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇങ്ക് ടാങ്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. തെർമൽ പേപ്പർ റോൾ തീരുമ്പം അത് മാത്രം മാറി ഉപയോഗിച്ചാൽ മതി. തെർമൽ പേപ്പർ ഹീറ്റ് ആകുമ്പം അതിൽ തന്നെയാണ് ഒരു മഷി പോലെയൊക്കെ രൂപപ്പെടുന്നത്. തെർമൽ പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് കിട്ടുന്നതും അതുപോലെ കറണ്ട് ബില്ലിൻ്റെയൊക്കെ പ്രിൻ്റ് ഔട്ട് കിട്ടുന്ന ആ ഒരു സെയിം പേപ്പർ തന്നെയാണിത്. ഈ ഒരു പ്രിൻ്റർ നമുക്ക് മൊബൈൽ ചാർജർ ഉപയോഗിച്ച് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു പ്രിൻ്റർ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ മൊബൈൽ ഫോണായിട്ട് കണക്ട് ചെയ്യണം ബ്ലൂടൂത്ത് വഴി. അപ്പോൾ അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൂടി ഉപയോഗിക്കണം. iPrint എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലേക്ക് കിട്ടുന്നതാണ്. ഞാനിവിടെ ഈ പ്രിൻ്റർ മേടിച്ചതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം നമുക്ക് ഈ കൊറിയർ സാധനങ്ങളൊക്കെ അയക്കുമ്പം അഡ്രസ്സ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഞാനിവിടെ ഈ ഒരു പ്രിൻ്റർ വാങ്ങിയ സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ 2 റോൾ പേപ്പർ റോൾ കിട്ടിയിരുന്നു. ആ ഒരു പേപ്പർ റോൾ ഉപയോഗിച്ച് ഞാനിവിടെ പ്രിൻറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് പ്രിൻ്റ് ഔട്ടിന് വളരെയധികം ഷാർപ്പ്നെസ് കുറവായിരുന്നു. പിന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ തെർമൽ പേപ്പർ റോൾ മേടിച്ച് പ്രിൻറ്റ് ചെയ്ത് നോക്കിയപ്പം നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്റ് ഔട്ടാണ് കിട്ടിയത്. ഇപ്പോൾ ഒന്ന് സാമ്പിളായിട്ട് ഓരോ ചെയ്ത് കാണിക്കാം. അതുപോലെ ഇങ്ങനെയുള്ള പ്രിൻ്ററിന് ഉപയോഗിക്കാൻ പറ്റിയ തെർമൽ പേപ്പർ ഇത് സ്റ്റേഷനറി കടകളിൽ കിട്ടുന്നതാണ്. ഒരു പേപ്പർ റോൾ 10 മീറ്ററാണുള്ളത്. ഒരു പേപ്പർ റോളിന് 15 രൂപയാണ് ആകുന്നത്. ഈ പ്രിൻ്റർ കാണുമ്പോൾ കുട്ടികളെ ടോയ്സ് പോലെയൊക്കെ തോന്നുമെങ്കിലും ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതിൽ നമുക്ക് ടെക്സ്റ്റ് ഫയലുകളും അതുപോലെ ഫോട്ടോസ് എല്ലാം പ്രിൻറ്റ് ചെയ്യാൻ കഴിയും. ഈ ഒരു പ്രിൻ്ററിൻ്റെ കൂടെ മേടിച്ച പേപ്പർ റോൾ ഉപയോഗിച്ച് പ്രിൻറ്റ് ചെയ്തപ്പോഴായിരുന്നു പ്രശ്നം. മങ്ങിയ രീതിയിലൊക്കെയായിരുന്നു ഓരോ പ്രിൻ്റ് ഔട്ടും വന്നത്. സെപ്പറേറ്റ് വേറെ പേപ്പർ റോൾ മേടിച്ച് ഉപയോഗിച്ച സമയത്ത് ആ ഒരു പ്രശ്നമില്ല. അതുപോലെ നമുക്ക് ഈ ഒരു തെർമൽ പ്രിൻ്റർ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാനും കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു തെർമൽ പ്രിൻ്റർ വർക്കിംഗ് ഒന്ന് ജസ്റ്റ് സാമ്പിളായിട്ട് കാണിക്കാം. അതുപോലെ ഇപ്പോൾ ഇങ്ങനെയുള്ള തെർമൽ പ്രിൻ്റർ മിക്ക ഷോപ്പുകളിലും അതുപോലെ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. ഇങ്ങനെയുള്ള തെർമൽ പ്രിൻ്ററിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഇതിനകത്ത് ഇങ്ക് റീഫിൽ ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ മെയിൻ്റെനൻസ് ഒന്നുമില്ല. ഈ ഒരു പേപ്പർ റോൾ മാത്രം മാറി ഉപയോഗിച്ചാൽ മതി തീരുമ്പോൾ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇങ്ങനത്തെ തെർമൽ പ്രിൻ്റർ മേടിച്ച് ഉപയോഗിച്ച് നോക്കാൻ നല്ല സാധനമാണ്. അപ്പോൾ ഇതേപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശമോ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം.